afternoon. Good afternoon. Good afternoon, ma'am. Afternoon. ഞാനാ prayer പാടുന്നത്. Prayer ഞാനാ മാം, റോഷ്ന. Start ചെയ്തോളൂ കേട്ടോ. Good afternoon. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഹീറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഹീറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയെ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനെ. താങ്ക് യു. Okay. Sign in. Signing in, I'm Salma. Good afternoon, teacher and my dear friends. ഞാൻ പറയാൻ പോകുന്നത് പാരന്റിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് പ്രോജക്റ്റ് ഒക്കെ ലഭിക്കൂലേ? മോനെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് വരുന്ന കരുതാം. നമുക്ക് സമയം ലഭിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ വൃത്തിയായി ചെയ്യാൻ നമുക്ക് കഴിയാത്തതിനാലോ നമ്മൾ അവനെ സഹായിക്കണം. ആ പ്രൊജക്റ്റ് മുഴുവനാക്കി അടുത്ത ദിവസം തന്നെ സ്കൂളിലേക്ക് വിടുകയാണ്. അപ്പോ സ്കൂളിൽ നിന്ന് നല്ല വെരി ഗുഡ് സർട്ടിഫിക്കറ്റും സ്റ്റാറും ഒക്കെ കിട്ടുന്ന അവനക്ക്. അത് ഫോട്ടോ എടുത്ത് ഫാമിലി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന, അഭിനന്ദനങ്ങളൊക്കെ വാരിക്കൂട്ടും. പക്ഷെ കുട്ടിയുടെ കഴിവ് വാനോളം ഉയർന്നെന്ന് വിശ്വസിക്കുകയാണ്. വെരി ഗുഡ് ആയാല് ഒന്നാമനായി എന്നാണ് നമ്മുടെ ഒക്കെ ഒരു ധാരണ. 40 അതിലധികവും കുട്ടികളെ പ്രൊജക്റ്റ് ഒക്കെ പരിശോധിക്കുന്നതിനിടയിൽ ആരൊക്കെയാണ് പ്രൊജക്റ്റ് സ്വയം ചെയ്തതെന്ന് ശരിയാണ് ടീച്ചേഴ്സിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകൾ നോക്കി മാത്രം ഒരു കുട്ടിയെ അളക്കാൻ സാധ്യമല്ല. കുട്ടിയുടെ മാനം കാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ സഹായം അവനെ രക്ഷിക്കുന്നതിലുപരി അവനെ ശിക്ഷിക്കലാണ്. അതായത് അവനെ ഒരു പരാജയത്തിലേക്കാണ് നമ്മൾ തള്ളിവിടുന്നത്. സ്വയം വളരാനുള്ള അവന്റെ സ്വാഭാവികമായ ശേഷി തല്ലിക്കെടുത്താണ് നമ്മൾ ചെയ്യുന്നത്. മുളയിലെ നുള്ളി കളഞ്ഞ ഒരു ഇല പിന്നെ എങ്ങനെ തളിരിടും? നമ്മൾ എല്ലാവരും കോവിഡിനെതിരെ ഒരു വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ രോഗാണുക്കളെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. രോഗങ്ങൾ വന്നാൽ അവ കണ്ടുപിടിച്ച് പ്രതിരോധം തീർത്ത് സംരക്ഷണം ഒരുക്കുന്ന ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. എന്നാൽ ആന്റിബോഡികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പേ മാരകമാവുന്ന ചില രോഗങ്ങളുണ്ട്. അത്തരം രോഗങ്ങൾക്ക് നാം ആദ്യമേ വാക്സിൻ എടുത്തു വെക്കുന്നു. ആ രോഗങ്ങളുടെ ദുർബലമായ അണുക്കൾ ആദ്യമേ ശരീരത്തിൽ സന്നിവേശിപ്പിച്ച് ആന്റിബോഡികളെ പ്രവർത്തന സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ രോഗം വന്നാൽ ശരീരം അത് തിരിച്ചറിയുകയും ഉടൻ ആന്റിബോഡികൾ അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഹോംവർക്കുകളും ഇങ്ങനെ ഒരു വാക്സിനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നിരവധി പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയ നമ്മുടെ ജീവിതം മുൻ മാതൃകയില്ലാത്തവരും കഠിനവുമായ ഘട്ടങ്ങളും നമ്മളെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ അവിടെ ചെറിയ മാതൃകകൾ നമ്മൾ അനുഭവിച്ച അവർക്ക് മാത്രമേ അവ തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. ഹോംവർക്കുകളും ക്ലാസ് ടെസ്റ്റുകളും അത് നമ്മുടെ മക്കൾക്ക് അങ്ങനെയാണ് സമ്മാനിക്കുന്നത്. ഇത് തന്നെയാണ് ഹോംവർക്കുകളുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് വെച്ചാൽ ശരിയായ ഉത്തരമായ കുട്ടി ക്ലാസ്സിൽ എത്തുക എന്നതല്ല, മറിച്ച് നൽകപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ കുട്ടി എന്തെല്ലാം മാർഗങ്ങൾ സ്വയം കണ്ടെത്തുന്നെന്ന് പരീക്ഷിക്കലാണ്. പ്രശ്നങ്ങളിലൂടെ അവനെ കടത്തിവിട്ട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ അവനെ സ്വയം പര്യാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്തു കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരുപക്ഷെ 1-2 ദിവസം അവൻ ചെയ്യാൻ
ചെയ്യാതെ പോകും, ഹോംവർക്ക് ചെയ്യൂല. പിന്നീട് എന്താണ് സ്വയം ചെയ്യാൻ നിർബന്ധിതമാവും. ആദ്യമൊക്കെ കുറച്ച് തെറ്റ് പറ്റുമെങ്കിലും കൂടി പിന്നീട് ആ തെറ്റുകൾ അവന് ബോധ്യപ്പെട്ടിട്ട് അത് തിരുത്താൻ ശ്രമിക്കും. അങ്ങനെ സ്വയം കടഞ്ഞെടുത്ത് അവനൊരു നല്ലൊരു ഭാവി, നല്ലൊരു മാണിക്യരത്നമാവാൻ കഴിയുള്ളൂ. അപ്പോഴാ അവന് സ്വയം പ്രകാശിച്ച് തുടങ്ങുകയുള്ളൂ. താങ്ക് യു. നല്ല രീതിയിൽ പറഞ്ഞു അല്ലെ, എനിക്കുള്ള നല്ലൊരു സൈനിങ് ആയിരുന്നു അല്ലെ. ഓക്കെ, കുട്ടികളെയൊക്കെ നമ്മള് എന്താണ് അവർക്കായാലും എന്ത് കാര്യത്തിനായാലും അവരെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുഞ്ഞു കുട്ടികളെയൊക്കെ എന്താണ് തന്നെ ഡ്രസ്സ് മടക്കി വെക്കുക, അവരുടെ ഓരോ കാര്യങ്ങളും ബുക്കുകളൊക്കെ അടക്കി വെക്കുക അല്ലെ. അല്ലെങ്കിൽ അവർ കാണാൻ കളി സാധനങ്ങളൊക്കെ എന്റെ മുളക് എന്താണ് അടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോകും, പറയാറുണ്ട് അടക്കി ഒതുക്കി വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതൊക്കെ ഒരു അടക്കം ചിട്ടയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. ചെറുപ്പത്തിലേ തുടങ്ങി കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഭാവി നമുക്ക് പാരന്റ്സിനെ സമ്മാനിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ കുട്ടികളെ അടക്കം ചിട്ടയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വളർത്താനായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ ശീലിപ്പിക്കും. നെക്സ്റ്റ് എന്താണ്? Quotes of the day പറയാം മാഡം. നീതു, if we want to reach real peace in this world, we should start educating children. Mahatma Gandhi. Yeah, actions ഒന്നുമില്ല. അമ്പിളി ഒന്നുമില്ല, അമ്പിളിനെ കണ്ടില്ലല്ലോ. അമ്പിളി, പ്രത്യക്ഷ, ഇവരൊന്നുമില്ല. അവരൊന്നും കേറില്ല എന്ന് പറഞ്ഞത്. ഞാനുണ്ട്, ഞാൻ വണ്ടിയിലാണ് പറയാൻ പറ്റില്ല. എന്താ ചേച്ചി, എന്താണ് പറഞ്ഞത്? ഞാന് വണ്ടിയിലാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. സെക്കൻഡ് വരെ നമ്മൾ എടുത്തതല്ല, ഹിയറിംഗ് ഇമ്പയർമെന്റ് വരെ നമ്മൾ എടുത്തതാണ്. നെക്സ്റ്റ് ആണ് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഓക്കെ, എന്താണ് ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാല്? ഇതായിരിക്കാം ഫിസിക്കൽ ഡിസബിലിറ്റീസ്. കൈകാലുകൾക്കും അങ്ങനെയുള്ള അവയവങ്ങൾക്കൊക്കെയുള്ള വൈകല്യങ്ങൾ അല്ലെ, ഫിസിക്കലായിട്ട് വരുന്ന ഇപ്പൊ കൈകാല തളർച്ച അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങള്, ഇവയൊക്കെ എങ്ങനെ വരാം, എങ്ങനെ സംഭവിക്കാം നമുക്ക് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടാവാം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ? പോളിയോ എടുക്കുന്നതിലൂടെ വരാം, ജന്മനാൽ വരാം, പാരമ്പര്യമായിട്ട് ചില കുട്ടികൾക്ക് ഉണ്ടാകും, പാരമ്പര്യമായിട്ട് വരാം. അതുപോലെ തന്നെ ചിലപ്പോ മരുന്നുകളുടെ അല്ലെ സൈഡ് എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും കാരണത്താല് നമുക്ക് എന്താണ് കുട്ടികളില് അല്ലെങ്കിൽ വലിയവർക്കായാലും എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ഡിസബിലിറ്റീസ് വരാറുണ്ട്. നോക്കാം, there are children with various types of physical handicaps. അപ്പൊ വേരിയസ് ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കൈകാലുകള് അല്ലെങ്കിൽ ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ആയിട്ടുള്ള വൈകല്യങ്ങൾ നമ്മള് കുട്ടികളിൽ കാണാറുണ്ട്. സം ഓഫ് ദ ഫിസിക്കൽ abnormalities are congenital. എന്താണ് കൺജീനിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കൺജീനിറ്റൽ എന്താണത്? ജന്മനാ ഉള്ളത് കേട്ടോ. ഓക്കെ, ജന്മനാ ഉള്ളത്. or the result of fetal. Fetal എന്ന് പറഞ്ഞാൽ എന്താണ്? fetus എന്ന് പറഞ്ഞാല് ഭ്രൂണം. ഭ്രൂണം കേട്ടോ. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇപ്പോ നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് കേട്ടോ. This can also occur due to the nutritional deficiencies or accidents. അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ പോളിയോയുടെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ്, അതുപോലെ തന്നെ എന്താണ് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിലപ്പോ കൈ പോകാം, കാല് പോകാം, അങ്ങനെയുള്ള വൈകല്യങ്ങള് ഇപ്പൊ
കാരണം ആക്സിഡന്റ് ആവാം, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പോഷകാഹാരക്കുറവാവാം, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാവാം. അങ്ങനെയുള്ള പല കാരണത്താലെ കുട്ടികളില് ഡെഫിഷ്യൻസീസ് ഡിഫിക്കൽട്ടീസ് ഫിസിക്കൽ ആയിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. These type of difficulties affect the different parts of body. അല്ലെ, ഇപ്പൊ നമുക്ക് കണ്ണിന് മാത്രം വരുള്ളൂ ഇല്ല, പലതരത്തിൽ വരും അല്ലെ. കണ്ണിന് കാഴ്ചശക്തി കുറവ്, അതുപോലെ ചെവി കേൾക്കില്ല, ചിലപ്പോൾ വർത്താനം പറയില്ല, അതുപോലെ തന്നെ കാണാൻ ചിലപ്പോൾ ഒരു കൈ ഉണ്ടാകില്ല, ചിലപ്പോൾ എന്താണ് വിരലുകൾക്കൊക്കെ 6 വിരലൊക്കെ ഉള്ളവര് അല്ലെ ജനിക്കുമ്പോൾ കാണാറില്ലേ നമ്മള്, അങ്ങനെയുള്ളവരുണ്ടാവാം. ചിലപ്പോ എന്താണ് ഇവിടെ ഈ മുട്ടിന് താഴെ ആളുള്ള ഭാഗങ്ങൾ ഉണ്ടാവില്ല, കൈ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാരണങ്ങള് പല തരത്തിലുള്ള എന്താണ് ഡിഫിക്കൽറ്റീസ് നമ്മുടെ പല ബോഡി പാർട്സിലും ഉണ്ടാകുന്നുണ്ട്. സോ ദേ എഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അതൊക്കെ എന്താണ് നമ്മുടെ നോർമൽ ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ. What they expect from society is a sympathetic or helpful and supportive response. ഇനി ഇവരെന്താണ് ഇങ്ങനെയുള്ള ഡിഫിക്കൽറ്റീസ് ഉള്ളവര് നമ്മുടെ ചൈൽഡ് വെൽഫെയർ ആണ് എടുക്കുന്നത്. ചൈൽഡ് വെൽഫെയർ യൂണിറ്റ് 8. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഈ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എംപതറ്റിക് ആയിട്ടുള്ള അല്ലെ, സഹതാപം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള വൈകല്യമുള്ളവര് സൊസൈറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ടീച്ചേഴ്സ് ആൻഡ് whole team, whole system of education have to get their mental state and aspect essential step for responding to their needs favorably. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പാരന്റ്സ് ആവാം അല്ലെ, അങ്ങനെയുള്ള പല തരത്തിലുള്ള ആളുകളും ഇങ്ങനെയുള്ള ഫിസിക്കൽ ഡെഫിഷ്യൻസീസ് ഉള്ള ആളുകളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരെന്താണ് ഇപ്പൊ മെന്റലി ഇപ്പൊ നോർമലി കാണുന്ന കുട്ടികളെ കാണുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവും അല്ലെ, അങ്ങനെയുള്ള കാരണങ്ങൾ. അപ്പൊ നോർമലി കാണുന്ന കുട്ടികളെ കാണുമ്പോൾ അവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള എന്താണ് സൗഭാഗ്യങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് കണ്ണിന് കാഴ്ചശക്തി കുറവ്, ചെവിക്ക് കേൾവി കുറവൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ നോർമലി കാണുന്ന കുട്ടികളെ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മള് ടീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ ഹോൾ ടീം ആയാലും എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓൾ ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഇൻഫോർമിറ്റി handicaps do not require the same type of compensatory treatment. It change according to their needs. So ഇങ്ങനെയുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പല തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ ഒരുപോലെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതിയോ? എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ഇപ്പോ കണ്ണിന് കാഴ്ചശക്തി കുറവ്, അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റില്ല, കൈകാലുകൾ തളർന്നവര്, അങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് നമ്മൾ ഒരുപോലെയാണോ ട്രീറ്റ്മെന്റ് നൽകേണ്ടത്? എങ്ങനെയാണ്? അല്ല അല്ലെ, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം, ട്രീറ്റ്മെന്റ് നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് പറയുന്നത് കേട്ടോ. വൈകല്യമുള്ള സ്റ്റുഡൻസിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഇനി എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, നമ്മുടെ പ്രോബ്ലംസും സ്ട്രാറ്റജീസും നമ്മൾ എഴുതാറുണ്ട് അല്ലെ. ഇനി എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇങ്ങനെയുള്ള ഫിസിക്കലി ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികള് ക്ലാസ് റൂമിൽ അനുഭവിക്കുന്നത്? അറിയാൻ പറ്റുമോ? എന്തൊക്കെയാവാം? എഴുതാനൊന്നും പറ്റില്ല, കൈകൾക്കൊന്നും ചലനശേഷി കുറവുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെന്തൊക്കെയാണ് അവരനുഭവിക്കുന്നത്? മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, കറക്റ്റ് ആണല്ലോ.
വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഇപ്പൊ അങ്ങനെ problems. Children with physical disabilities. Next heading കൊടുക്കാം problems. First problem ആണ് inaccessible buildings. Inaccessible buildings. മിസ്സേ ക്ലിയർ ആയില്ലല്ലോ പറഞ്ഞത്. Inaccessible സ്പെല്ലിംഗ് പറയാം. INACCESSIBLE. Inaccessible buildings. 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 എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇപ്പോ എന്താണ് വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ആവശ്യമാണ്? എന്ത് വരും? ലിഫ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇപ്പോ സ്റ്റെപ്പ് ഒക്കെ അവർക്ക് കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് ആയിട്ടുള്ള എന്ത് വേണം അല്ലെ? സ്ലോപ്പ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ് ക്ലാസ് റൂമിലോട്ടൊക്കെ കയറാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള റാമ്പ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ലിഫ്റ്റുകള് എലിവേറ്റേഴ്സ് ഇതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടാകും അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ inaccessible buildings. Many schools lack basic accessibility features like ramps എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത, അതുപോലെ എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റുകള്, അതുപോലെ തന്നെ ആക്സസിബിൾ ബാത്റൂം. ഈ ബാത്റൂമിലൊക്കെ എന്താണ് ആളുകൾ കൊണ്ടുപോകുന്നത് കാണാം അല്ലെ? വീൽ ചെയറിലൊക്കെ ഇരുന്നിട്ടുള്ള സ്റ്റുഡൻസിനെയൊക്കെ അല്ലെ, അവർക്കൊന്നും തന്നെ പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോ കൂടെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് എവിടേക്കൊക്കെയാണോ പോകേണ്ടത് അവിടേക്കൊക്കെ എന്ത് ചെയ്യും? ഈ ഇതെങ്ങനെ വീൽ ചെയർ വലിച്ചുകൊണ്ട് പോകും അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങള് ട്രാൻസ്പോർട്ടേഷനൊക്കെ എന്താണ് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ എന്താണ് നല്ല രീതിയിൽ റാമ്പുകൾ ഇതാക്കാം, അതുപോലെ തന്നെ ലിഫ്റ്റുകൾ വെച്ചു കൊടുക്കാം. ഇതൊന്നും ഇല്ലാത്ത സ്കൂളുകളാണെങ്കിൽ എന്താണ് അവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ? ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. inaccessible buildings. ക്ലിയർ ആയോ? ഇനി എന്താണ് ഡിഫിക്കൽട്ടീസ് ഇൻ ക്ലാസ് റൂം. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിഫിക്കൽട്ടീസ് ഇൻ classroom. Difficulties in classroom. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് റീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താണ് റൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഡെസ്കിലൊക്കെ വെച്ച് എഴുതാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമാണ് അല്ലെ? അതൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കാനായിട്ട് അതുപോലെ ഡെസ്ക് ബെഞ്ചിലൊക്കെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി നെക്സ്റ്റ് ആണ് troubled. troubled TROUBLED. troubled. Communication with the peers. Communication with peers. ഓക്കെ, അതെന്താണ് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ ഡിഫിക്കൽട്ടീസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ടീച്ചേഴ്സിനായാലും അത് അവർ പറയുന്നത് ക്ലിയർ ആവണമെന്നുണ്ടാവില്ല അല്ലെ? മറ്റുള്ളവര് കളിയാക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു മാനസികമായിട്ട് അവരെ തളർത്താനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. troubled communication with the peers. ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷണൽ ഡിഫിക്കൽട്ടീസ്. ഫങ്ഷണൽ ഡിഫിക്കൽട്ടീസ് അതിന്റെ കൂടെ മിസ് പോയിന്റ്സ് വായിക്കാം കേട്ടോ, അപ്പൊ ക്ലിയർ ആവും. സച്ച് ആസ് ആൻ ഇൻഎബിലിറ്റി ടു റൈറ്റ് യൂസിങ് പെൻ. റൈറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പെൻ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ റീഡിങ് റൈറ്റിംഗ് സ്പീഡ്
അല്ലെ? റൈറ്റിംഗ് സ്പീഡ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ടു ടേണിംഗ് പേജസ്, പേജ് മറിക്കാനൊക്കെ എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ്, കൈകളിലൊക്കെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ പേജ് മറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതാണ് ഫങ്ഷണൽ ഡിഫിക്കൽറ്റീസ് കേട്ടോ. such as an inability to write. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ ഇത് പറയുന്ന പോയിന്റ്സ്? ഒന്നുകൂടി പറയാം. such as an inability to write, using a pen, comma, reduce writing speed, reduced writing speed, or difficulty to turning pages. ഒന്നുകൂടി വായിക്കാം. such as an inability to write using a pen, reduce the writing speed or difficulty to turning pages. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് ആണ്, നെക്സ്റ്റ് പ്രോബ്ലം ആണ് പാരന്റൽ സപ്പോർട്ട്. ഇവർക്ക് എന്ത് വേണം? പാരന്റൽ സപ്പോർട്ട് വേണം അല്ലെ? ഇതൊന്നും ഇല്ലാത്ത പാരന്റ്സ് ആണെങ്കിൽ എന്തായിരിക്കാം, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം അല്ലെ സ്കൂളിൽ വന്ന് പഠിക്കാനായിട്ട്. അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സുകൾ, ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ അതൊന്നും വാങ്ങിച്ചു കൊടുക്കാത്ത, അങ്ങനെയുള്ള സപ്പോർട്ട് ഇല്ലാത്ത പാരന്റ്സ് ആണെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ആയാലും അതുപോലെ തന്നെ എന്താണ് ദഹിക്കുന്നതിലായാലും അതുപോലെ തന്നെ ഇപ്പൊ വീൽ ചെയർ ഒക്കെ വാങ്ങിക്കൊടുക്കാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത പേഷ്യൻസ്, ചില പേഷ്യൻസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ സിനിമയിലൊക്കെ, അങ്ങനെയുള്ള പേഷ്യൻസ് പാരന്റ്സ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പാരന്റൽ സപ്പോർട്ട്. ഫസ്റ്റ് തുടങ്ങി ഒന്നുകൂടി വായിക്കാം. പ്രോബ്ലംസ്: inaccessible buildings, difficulty in classroom, trouble communication with peers, functional difficulties, parental support. ഇനി എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരിക്കാം കൊടുക്കുന്ന തന്ത്രങ്ങൾ, ക്ലാസ് മുറിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കാം എന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് എങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? നമുക്ക് വീൽ ചെയർ ഒക്കെ ഉപയോഗിക്കാമല്ലോ. വീൽ ചെയർ ഉപയോഗിക്കാം. വാക്കിംഗ് സ്റ്റിക്ക്. എന്താണ്? ക്ലിയർ ആയില്ല. സബീൽ എന്താ പറഞ്ഞേ? വാക്കിംഗ് സ്റ്റിക്ക്. പിന്നെ അവർക്ക് നമ്മൾ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യാലോ മാം, ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് എഴുതാനുള്ള. സ്റ്റുഡൻസ് ഹെൽപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, എഴുതി പിന്നെ ഒന്നുമില്ല, ഓർമ്മ വരുന്നില്ല. മാം ഈ എക്സാമിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പം, എഴുതാനും വായിക്കാനും ഒക്കെ. നമുക്ക് എഴുതി കൊടുക്കാനായിട്ടല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ്, നമ്മൾ നല്ലോണം പഠിച്ച് എഴുതും, പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് നല്ല മാർക്കോടുകൂടി പാസ്സാവുമല്ലേ അവര്. A+ അല്ലെങ്കിൽ ഫുൾ A+ കൂടി പാസ്സാവാറുണ്ട് മറ്റു കുട്ടികൾ വന്ന് എഴുതി കൊടുക്കും അല്ലെ? ഓക്കെ, അപ്പൊ സ്ട്രാറ്റജീസ് എഴുതിക്കോളൂ കേട്ടോ. സ്ട്രാറ്റജീസ് എഴുതിക്കോളൂ. ഫസ്റ്റ് വൺ, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. Clear communication.
ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ഇനി നെക്സ്റ്റ് ആണ് ബഡ്ഡി സിസ്റ്റം. BUDDY ബഡ്ഡി സിസ്റ്റം. എന്താണ് ബഡ്ഡി സിസ്റ്റം എന്ന് പറഞ്ഞാല്? നിങ്ങൾ ഐഡിയ എന്താ ബഡ്ഡി സിസ്റ്റം? മാം സ്പെല്ലിംഗ് ഒന്നും കൂടി പറയൂ അതിന്റെ. BUDDY ബഡ്ഡി സിസ്റ്റം. എന്താണ് ബഡ്ഡി സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഇതായിരിക്കാം ഒരാള് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണോ? രണ്ടുപേര് അല്ലെ ഫ്രണ്ട്സ് യൂസ് ചെയ്യാം. ഒരു അസിസ്റ്റന്റ് പോലെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക്. നെക്സ്റ്റ് വൺ ഫിസിക്കൽ ആക്സസിബിലിറ്റി. ഫിസിക്കൽ ആക്സസിബിലിറ്റി. ACCESSIBILITY accessibility. നെക്സ്റ്റ് വൺ എന്ത്? സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയോ? ഫിസിക്കൽ ആക്സസിബിലിറ്റി. ACCESSIBILITY. Next one, positive reinforcement. 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 Positive reinforcement. എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല്? മോട്ടിവേഷൻ കൊടുക്കുക അല്ലെ? അവർ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എൻകറേജ് പാർട്ടിസിപ്പേഷൻ. Encourage participation. Encourage participation. Encourage participation. ഒന്നുകൂടി വായിക്കാട്ടോ മിസ്സസ് സ്ട്രാറ്റജീസ്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ബഡ്ഡി സിസ്റ്റം, physical accessibility, positive reinforcement, encourage participation. Okay, ആണോ? Children with physical disabilities. ഡിഫോർമിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹാൻഡിക്യാപ്പ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഡിഫോർമിറ്റീസ് എന്ന് പറഞ്ഞാല് ഹാൻഡിക്യാപ്പ് തന്നെയാണ്. ഡിഫോർമിറ്റീസ് ഫോർ ഹാൻഡിക്യാപ്പ്. ഇനി നെക്സ്റ്റ് ആണ് മെന്റൽ റിട്ടേർഡഡ് ചിൽഡ്രൻ. എന്തായിരിക്കാം മെന്റൽ റിട്ടേർഡഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാല്? മന്ദബുദ്ധികളായ കുട്ടികൾ. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ അല്ലെ? ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ അവരെയാണ് നമ്മൾ മെന്റലി റിട്ടേർഡഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് കേട്ടോ. മെന്റൽ റിട്ടേർഡഡ് ചിൽഡ്രൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിക്കോളൂ കേട്ടോ. എന്താണ് മെന്റൽ റിട്ടേർഡഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ? ഹെഡിങ് കൊടുക്കാം, മെന്റൽ റിട്ടേർഡഡ് ചിൽഡ്രൻ. അവിടെ തന്നെ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഒരു
സെന്റൻസ് ഉള്ളേ. children with intellectual disabilities that affect their ability to learn, comma, reason, to learn, comma, reason, and adapt to everyday life. എന്താണ് ഉദ്ദേശിക്കുന്നത്? Children with the intellectual disabilities that affect their ability to learn, reason and adapt to everyday life. പഠിക്കുവാനും ചിന്തിക്കുവാനും ദൈനംദിന ജീവിതവുമായി പൊരുത്തപ്പെടാനുമുള്ള കഴിവിനെ ബാധിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള വൈകല്യമാണ് എന്ത്? ഈ ഇങ്ങനെയുള്ള മെന്റൽ റിട്ടേർഡഡ് ചിൽഡ്രനിൽ വരുന്നത് കേട്ടോ. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളിൽ വരുന്ന ആ വൈകല്യം. ഓക്കെ, പഠിക്കുവാനും അതുപോലെ തന്നെ ചിന്തിക്കുവാനും ദൈനംദിന ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാനുമുള്ള ആ കഴിവിനെ ബാധിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള വൈകല്യങ്ങള്. ഓക്കെ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? സ്വഭാവ സവിശേഷതകള് പറയാൻ പറ്റുമോ? എന്തൊക്കെയാവാം ക്യാരക്ടറിസ്റ്റിക്സ്? സോഷ്യൽ സ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അവർക്ക് കുറവായിരിക്കും. അക്കാഡമിക് കാര്യങ്ങളിലും പുറകോട്ടായിരിക്കും. എന്തൊക്കെ സംഭവിക്കാറുണ്ട്? എന്തൊക്കെ വരാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളില്? ഓർമ്മശക്തി കുറവായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ ക്ഷമയോടെ തന്നെ കൈകാര്യം ചെയ്യണല്ലേ. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി ഇങ്ങനെയുള്ള കുട്ടികൾ അധികം ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ശരിയാണല്ലേ, പറഞ്ഞാൽ കേൾക്കില്ല. ചിലപ്പോ അവര് എന്താണ്, അവരുടെ പ്രായം കൂടുതലുള്ളവരായിരിക്കാം, പക്ഷെ അവരുടെ മാനസിക പ്രായം എന്ന് പറയുന്നത് ചെറുതായിരിക്കാം അല്ലെ. ഇപ്പോ ഞാൻ കാറ്റീസ് പഠിപ്പിക്കുന്നത്, അപ്പോ പിള്ളേരിങ്ങനെ ടൂറ് കൊണ്ടുപോകുമായിരുന്നു. അത് ഇപ്രാവശ്യം ഞങ്ങളിങ്ങനെ ടൂറ് കൊണ്ടുപോയത് ഇങ്ങനെയുള്ള കുട്ടികളെ വിസിറ്റ് ചെയ്യാനായിട്ടാണ്. അവിടെ ഒരു 10-25 പേരുണ്ടായിരുന്നു, ആൺകുട്ടികളാണ്. അപ്പൊ ചിലവരെ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമല്ലോ, തല ചെറുതും ഉടല് വലുതായിരിക്കും അങ്ങനെയുള്ള കുട്ടികള്. അതുപോലെ തന്നെ ചില നോർമൽ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ അവര് വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും അവരുടെ മാനസിക പ്രായം അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവരിൽ ചിലർ നല്ല കഴിവുള്ള കുട്ടികളുണ്ടാവും, പാട്ട് പാടാൻ കഴിവുള്ളവര്, ഡാൻസ് കളിക്കാൻ കഴിവുള്ളവര്. ചിലപ്പോ പറഞ്ഞത് കേൾക്കാതെ ചിലപ്പോ ഇരുന്നിരിപ്പിൽ തന്നെ ചിലപ്പോ അവര് എനിച്ചോടും, അവരെ പറഞ്ഞതൊന്നും കേൾക്കില്ല, അങ്ങനെ ഇരുന്നിരുത്തില് എനിച്ചോടാ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോ ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത അല്ലെ, നോർമലായിട്ടുള്ള കുട്ടികളെക്കാട്ടിലും പ്രത്യേകത തോന്നാറുണ്ട്. അപ്പൊ അവരില് നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ടാവാം, അതുപോലെ തന്നെ നല്ല വയസ്സുള്ള കുട്ടികളും ഉണ്ടാവാം. പറഞ്ഞില്ലേ, മാനസിക പ്രായം ചെറുതായിരിക്കാം കേട്ടോ. അങ്ങനെയാണ് അവരുടെ പ്രത്യേകതകൾ. നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ടാവാം. ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും.
ചിലപ്പോ നമ്മളോട് ചോദിക്കും പേരെന്താ, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ പിന്നെ ചോദിക്കും എന്താണ് പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, കല്യാണം കഴിഞ്ഞതാണോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനത്തെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ പോയപ്പോൾ. നോർമലായിട്ടുള്ള കുട്ടികളെ നമ്മൾ ഇടപഴകിയിട്ട് അവരെ കാണുമ്പോൾ നമ്മളിങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർക്കും കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലേ, അങ്ങനെയുള്ള കുട്ടികളുണ്ട്, എന്താണ് അവരുടെ പ്രത്യേകതകള് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള വിസിറ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അവിടെ ഒരു ബ്രദർമാരാണ് നോക്കുന്നത്, 3 ബ്രദർമാരാണ് നോക്കുന്നത്. അവരെ 25 പേരോളം ഉണ്ടായിരുന്നു. വീട്ടിലാരും ഇല്ലാത്തവര്, അതുപോലെ പാരന്റ്സ് മരിച്ചു പോയവര്, അതുപോലെ തന്നെ അബ്രോഡിലായ എന്താണ് റിലേറ്റീവ്സ് ഒക്കെ, അല്ലെങ്കിൽ ചേട്ടനും അനിയനും അതൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഇവരെ നോക്കാൻ ആളില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നാക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇനി അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ജസ്റ്റ് നെയിം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ്. ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഫസ്റ്റ് വൺ ആണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ചലഞ്ചസ്. ഫസ്റ്റ് വൺ ആയിരുന്നു ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. സെക്കൻഡ് വൺ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ചലഞ്ചസ്. നെക്സ്റ്റ് വൺ സോഷ്യൽ struggles. 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 സോഷ്യൽ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ഒന്നുകൂടി പറയണോ? സോഷ്യൽ സ്ട്രഗിൾസ്. STRUGGLES. സ്ട്രഗിൾസ്. അത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്താണ്, ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ് അല്ലെ, അതേഴ്സിനോട് സംസാരിക്കാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡബിൾ ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ് ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അഡാപ്റ്റീവ് ബിഹേവിയർ. അഡാപ്റ്റീവ് behavior. അഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട്, മറ്റൊരാളുടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അവിടെ ആ ബ്രദർ പറഞ്ഞത് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇവര് എഴുന്നേൽപ്പിച്ചിട്ട് പല്ല് തേപ്പിച്ചു കൊടുക്കുക, കുളിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലർക്ക് താനേ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പോ അവര് തന്നെ ഇപ്പൊ ബ്രദേഴ്സ് തന്നെയാണ്, 3 ബ്രദേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അവര് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഇവരുടെ പല്ല് തെറ്റിക്കുക, കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുളിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരാളുടെ സഹായത്തോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് തന്നെ ചിലപ്പോ ചെയ്യില്ല, പറഞ്ഞാലും ചിലപ്പോ കേട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവും. അഡാപ്റ്റീവ് ബിഹേവിയർ കേട്ടോ. നീഡിങ് ഹെൽപ്പ് വിത്ത് ഡെയിലി ടാസ്കുകൾ ചെയ്യാനായിട്ട് മറ്റൊരാളുടെ സഹായം ആവശ്യമായിട്ട് വരാം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. മാം അത് അഡാപ്റ്റീവ് ബിഹേവിയർ അല്ലേ വരിക? അഡാപ്റ്റീവ് ആകുമ്പോ അത് പോസിറ്റീവ് ആയില്ലേ മാം? എന്താണ് അഡാപ്റ്റീവ് ബിഹേവിയർ ആയിരിക്കും ആ കുട്ടി, മാൽ അഡാപ്റ്റീവ് ആയിരിക്കില്ലേ? ആയിരിക്കും. ഓക്കെ, അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ഹെൽപ്പ് വേണം. ഒന്നുകൂടി വായിക്കാം. ലേണിംഗ് ഡിഫിക്കൽറ്റി, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചലഞ്ചസ്, സോഷ്യൽ സ്ട്രഗിൾസ്, അഡാപ്റ്റീവ് ബിഹേവിയർ.
ഇനി പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കാം? നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതിയത്. ഇനി ഇവര് ക്ലാസ് റൂമിൽ വരുമ്പോ ഇവർക്ക് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇവര് എന്താണ് ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കാം? ഒന്ന് പറഞ്ഞു നോക്കിയേ. ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുക, എന്താണ് ശ്രദ്ധിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവാം, മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ സോഷ്യൽ സ്കിൽസ് കുറവായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവും കുറവായിരിക്കും. പിന്നെ അവരുടെ ഇമോഷൻസ് ഒക്കെ കാണിക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഓക്കെ, എന്ന് എഴുതിക്കോളൂ കേട്ടോ. പ്രോബ്ലംസ് ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്. നമ്മൾ പറഞ്ഞതാണ് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്. അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? അവർക്ക് എന്താണ് സ്ലോ ലേണിംഗ് പേസ്, PACE ട്ടോ. ഗതി എന്നുള്ളതാണ് അർത്ഥം. PACE ഗതി. ഓക്കെ, അവര് സ്ലോ ലേണിംഗിലാണ് ലേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ എഴുതിയോ? കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റി, സ്ലോ ലേണിംഗ് പേസ്, PACE. നെക്സ്റ്റ് ആണ് ഡിഫിക്കൽറ്റി വിത്ത് മെമ്മറി. നമ്മൾ പറഞ്ഞതാണ് ഡിഫിക്കൽറ്റി വിത്ത് മെമ്മറി ആൻഡ് അറ്റൻഷൻ. Difficulty with the memory and attention. Next ആണ് പറയാൻ പോകുന്നു difficulty with reading and writing. Difficulty with reading and writing. നമ്മൾ പറഞ്ഞല്ലേ ഒരാളുടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ പല്ല് തേപ്പിക്കുക, കുളിക്കുക, ഡ്രസ് ചെയ്യിപ്പിക്കുക, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് മറ്റൊരാളുടെ അതേഴ്സിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്ന കുട്ടികളാണ് അല്ലെ ഇവര്. അപ്പോ നെക്സ്റ്റ് പ്രോബ്ലം ആണ് ഡിഫിക്കൽറ്റി വിത്ത് സെൽഫ് കെയർ. Difficulty with self-care. എക്സാമ്പിൾ വേണമെങ്കിൽ ഡ്രസ്സിങ്, അതുപോലെ ഈറ്റിംഗ്, ബ്രഷ് ചെയ്യിപ്പിക്കുക, കുളിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ എന്താണ് മറ്റൊരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്ന കുട്ടികളാണ്. ഡിഫിക്കൽറ്റി വിത്ത് സെൽഫ് കെയർ. പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞത് ഇതൊക്കെയാണ്. ഫസ്റ്റ് തുടങ്ങി ഒന്നും കൂടി വായിക്കാം കേട്ടോ. Communication difficulties, slow learning pace, difficulty with the memory and attention, difficulty with the reading and writing, difficulty with the self-care. Okay. സെക്കൻഡ് പോയിന്റ് ഒന്ന് പറയുമോ? Slow learning pace, PACE. ഗതി എന്നുള്ള അർത്ഥമാണ് കേട്ടോ അവിടെ. സ്ലോ ലേണിംഗ് ലേൺ ചെയ്യാൻ പറ്റുള്ളൂ, സ്ലോ ആയിട്ടേ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സ്ട്രാറ്റജീസ് എന്തൊക്കെയാവാം?
ഒന്ന് പറഞ്ഞു നോക്കിയേ സ്ട്രാറ്റജീസ്. അവര് നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ അവര് വരുമ്പോ അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാവാം? അവർക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ഒപ്പിക്കാൻ പറ്റുമോ അല്ലെ? ചിലപ്പോ പറഞ്ഞാല് കേൾക്കില്ല, ചിലപ്പോ കോൺസെൻട്രേഷൻ ഒന്നും അവർക്ക് അത്ര ഉണ്ടാവില്ല, ചിലപ്പോ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ചിലപ്പോ തയ്യാറാവില്ല. ഓക്കെ, പിന്നെ നമ്മുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മള് അവർക്കിപ്പോ ഓരോ ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടമായിരിക്കാം. അങ്ങനെ ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലല്ല എനിക്ക് എന്നില് പറഞ്ഞു ഒരു കുട്ടി ട്യൂഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു കുട്ടീനെ ഡിസേബിൾഡ് എന്താണ് ചിൽഡ്രൻ. അപ്പൊ അവൻ ഇങ്ങോട്ട് പറഞ്ഞുതരും, മാം ഇതുപോലെ ചെയ്യും അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി എനിക്ക് തരുമെന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ആക്ടിവിറ്റി കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർക്ക് ഇരിക്കുന്നത്. അല്ലാതെ നമ്പേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ വാഗൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇരിക്കില്ല. ആക്ടിവിറ്റിയിലൂടെ അവൻ ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞ് ചെയ്യിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ക്ലാസ്സിൽ ഇരുന്ന് അവർ നന്നായിട്ട് ഇന്ന് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ആക്ടിവിറ്റിയിലൂടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നോക്കണം, ഇങ്ങനെയുള്ള കുട്ടികളെ. പിന്നെന്താ? ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. സ്ട്രാറ്റജീസ്. ഫസ്റ്റ് വൺ, യൂസ് വിഷ്വൽ എയ്ഡ്സ്. നിത്യ പറഞ്ഞതുപോലെ യൂസ് വിഷ്വൽ എയ്ഡ്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് പ്രൊവൈഡ് ക്ലിയർ ആൻഡ് കൺസൈസ്, CONCISE, കൺസൈസ് ഇൻസ്ട്രക്ഷൻസ്. ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ ചുരുക്കി അവർക്ക് പറയാം, അവർക്ക് അവരുടെ മനസ്സിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, ക്ലിയർ ആയിട്ടും കറക്റ്റ് ആയിട്ടും. ഓക്കെ, പ്രൊവൈഡ് ക്ലിയർ ആൻഡ് കൺസൈസ്, CONCISE, കൺസൈസ് ഇൻസ്ട്രക്ഷൻസ്. നെക്സ്റ്റ് ആണ് പ്രമോട്ട് ഇൻഡിപെൻഡൻസ്. ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യാൻ പഠിപ്പിക്കണം അല്ലെ. പ്രമോട്ട് ഇൻഡിപെൻഡൻസ്. Next one, encourage social interactions. Encourage social interactions. ഒന്നുകൂടിയും സ്ട്രാറ്റജീസ് വായിക്കാം കേട്ടോ. ഇത്രയും 4 കാര്യങ്ങളാണ് പഠിച്ചത് നമ്മള്. യൂസ് വിഷ്വൽ എയ്ഡ്സ്, പ്രമോട്ട് ക്ലിയർ ആൻഡ് കൺസൈസ് ഇൻസ്ട്രക്ഷൻസ്, പ്രമോട്ട് ഇൻഡിപെൻഡൻസ്, എൻകറേജ് സോഷ്യൽ ഇന്ററാക്ഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മള് മെന്റൽ ചിൽഡ്രൻ വായിച്ച് പറഞ്ഞിട്ടില്ല, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങള് ഓക്കെ. ഇനി ആരാ സൈൻ ഔട്ട് ചെയ്യുന്നത്? ആരാ? ഞാൻ പറയാം മാം. ചൈൽഡ് വെൽഫെയറിന്റെ ചാപ്റ്റർ ആണ്. അതിൽ ആദ്യം പറഞ്ഞത് ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ്.
എങ്ങനെയാണ് ഡിസബിലിറ്റീസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് പ്രോബ്ലംസ് പറഞ്ഞു, പിന്നെ സ്ട്രാറ്റജീസ് പറഞ്ഞു മാം. അത് കഴിഞ്ഞ് പഠിപ്പിച്ചത് മെന്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻ ആണ്. അതിലും ക്യാരക്ടറിസ്റ്റിക്സും പ്രോബ്ലംസും സ്ട്രാറ്റജീസും പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ട്? ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം.